ഹായ് ഫ്രണ്ട്സ്, ഷാസ് കിഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാലും ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ആദ്യം തന്നെ അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ പാല് ചൂടാക്കാനായിട്ട് വെക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ. ഞാനൊരു പാക്കറ്റ് പാലാണ് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി, അപ്പോഴും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ പാലിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് പിന്നീട് പഞ്ചസാര കുറച്ച് ചേർത്താലും മതി കേട്ടോ. ഇനി മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നട്ട്സ് പൊടിച്ചതാണ്. കടലയോ പിസ്തയോ ബദാമോ എന്താ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അത് നന്നായിട്ട് പൊടിക്കണ്ട, ക്രഷ് ചെയ്തിട്ട് ഇടുക. അപ്പോൾ കടിക്കാനിടയിൽ ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അടുത്തതായി ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ്. അതില്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ആയാലും മതി. ഞാനിപ്പോൾ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. ഈ പൗഡർ നേരിട്ട് ചൂടുള്ള പാലിലേക്ക് ഇടരുത്, അപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലവറിലേക്ക് തണുത്ത പാലോ തണുത്ത വെള്ളമോ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് അതിന് ശേഷം ഈ ചൂടുള്ള പാലിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇപ്പോൾ ആവശ്യത്തിന് കട്ടിയായിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇത്ര മതി. ഇനി അവസാനമായി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെയാണ് കേട്ടോ ചേർക്കാനുള്ളത്. നമ്മൾ ആദ്യം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലാവട്ടെ. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസിലാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടിക്കായി വരും കേട്ടോ. പാലിൻ്റെ മിശ്രിതം തണുക്കുമ്പോഴേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിനാണോ എടുക്കുന്നത് അതിന് കൊള്ളാവുന്ന വിധത്തിലുള്ള ബ്രെഡ് എണ്ണ എടുത്താൽ മതി. ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളയണം കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു പാത്രത്തിലായിട്ടാണ് കേട്ടോ ബ്രെഡ് മുറിച്ചത് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ആകൃതിക്കനുസരിച്ച് മുറിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ പാത്രത്തിൻ്റെ സൈഡ് ഭാഗം കുറച്ച് പൊങ്ങി നിൽക്കുന്നത് ആവണം കേട്ടോ. 2 ലെയറായിട്ടല്ലേ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഷേപ്പിലായിട്ട് ബ്രെഡൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി തണുത്ത പാലിൻ്റെ മിശ്രിതം ഇതിൻ്റെ മേലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് നല്ലോണം മുങ്ങിക്കിടക്കുന്ന വിധം വേണം ഒഴിച്ചു കൊടുക്കാൻ.
അപ്പോൾ ബ്രെഡ് മുങ്ങി നിൽക്കത്തൊക്കെ വിധമൊക്കെ നന്നായിട്ട് പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയർ ഇടണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കി വന്ന കുറച്ച് നട്ട്സിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തെടുത്ത പോലെ രണ്ടാമത്തെ ലെയറും ചെയ്യാം കേട്ടോ. ഈ പാലിൻ്റെ മിശ്രിതം നന്നായിട്ട് ബ്രെഡിലേക്ക് ഒഴിക്കണം. ബ്രെഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അത് നന്നായിട്ട് സോഫ്റ്റ് ആവുകയുള്ളൂ. ബാക്കി വന്ന നട്ട്സ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കഴിക്കാൻ പറ്റില്ല. കഴിവതും 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഞാനിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ പാലൊക്കെ ബ്രെഡിൽ നന്നായിട്ട് ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.